വാൽമീകി രാമായണത്തിൽ ശ്രീരാമചന്ദ്രൻ ഓരോ ഋഷിവാടങ്ങളിലും പോയി ഋഷിമാരെ മുഴുവൻ വണങ്ങുന്ന സമയത്ത്, സഹായങ്ങൾ അഭ്യർത്ഥിക്കുന്ന സമയത്ത് ഋഷിമാർ രാമന് സമ്മാനിച്ചത് മന്ത്രമല്ല, വിഭൂതിയല്ല, കുടമല്ല, വൽക്കലമല്ല, കൊടുത്തത് മുഴുവൻ ആയുധങ്ങളാണ്. നമ്മുടെ ഋഷിമാർ നാമം ചൊല്ലി നടന്നവർ മാത്രമല്ല, കരുത്തുള്ള ആയുധങ്ങളും സംരക്ഷിച്ചവരാ. ആർക്ക് വേണ്ടി? ക്ഷാത്രവീര്യം സംരക്ഷിക്കുന്നവന് ക്ഷാത്രവീര്യത്തിന്റെ ശസ്ത്രാസ്ത്രങ്ങൾ മുഴുവൻ കൊടുക്കാൻ കെൽപ്പുള്ള ഋഷി. എല്ലാ ആയുധങ്ങളും രാമന് കൊടുത്തു. അഗസ്ത്യൻ കൊടുത്തു, വലിയ വാളും കൂർത്തുമൂർത്ത ശരങ്ങളും കൊടുത്തു. ഇതെല്ലാം കൊണ്ട് രാമൻ എല്ലാവരോടും പറഞ്ഞു, നിങ്ങളുടെ കാര്യം ഞാൻ ഏറ്റു, രാക്ഷസന്മാരെ ഞാൻ കൊന്നുകൊള്ളാം, ഞാൻ വന്നത് തന്നെ നിങ്ങളെ സംരക്ഷിക്കാനാണ് എന്ന് പറയുമ്പോൾ ഭാര്യയ്ക്കൊരു വിഷമമുണ്ട്. ഈ പൊതുകാര്യം ചെയ്യുന്ന ഭർത്താവിനെ ഭാര്യ ചില ഉപദേശമൊക്കെ നടത്തില്ലേ? നിങ്ങൾ എന്തിനാ ഈ വേണ്ടാത്ത പണിക്ക് പോണേ? 112 വർഷമായില്ലേ, ഇനി നിങ്ങൾ അവിടെ പോയി കിടക്കണോ? മറ്റുള്ളവർ നോക്കട്ടെ, പിള്ളേര് നോക്കട്ടെ എന്നൊക്കെ പറയില്ലേ? തൻ്റെ കാര്യമൊക്കെ വിട്ടെറിഞ്ഞ് വീട്ടുകാര്യം നോക്കാത്ത ഭർത്താവിന് ഒരു ദോഷം വരാൻ സാധ്യതയുണ്ടെന്ന് കണ്ട ഒരു ധർമ്മപത്നി ഭർത്താവിനെ ഉപദേശിക്കുന്നത് പോലെ സീത രാമനോട് പറയുന്ന ഒരു വാക്കുണ്ട്. രാമ, ഒരു പുരുഷന് 3 തരം വീഴ്ചകൾ വരാനുള്ള സാധ്യതയുണ്ട്. ആ വീഴ്ചകളിൽ ഒന്ന് അസത്യഭാഷണമാണ്. അതായത് പുരുഷൻ നുണ പറഞ്ഞാൽ അത് പുരുഷന്റെ അധപ്പതനമാണ്. മനസ്സിലായില്ല? പുരുഷൻ നുണ പറയരുത്. പറഞ്ഞാൽ ആ പുരുഷൻ വീണു, പതിതനായി. 2, പരതാരാഭിഗമനം. പരതാരങ്ങളെ, അന്യന്റെ ഭാര്യയെ ഒരു പുരുഷൻ സ്മരിച്ചുകൊണ്ടിരിക്കുക. വിവാഹം കഴിഞ്ഞ ഗൃഹസ്ഥനായി ധർമ്മപൂർവം തൻ്റെ ഈ ഗൃഹസ്ഥാചരണം ചെയ്യേണ്ട പുരുഷൻ പരതാരത്തെ സ്മരിക്കുക. രാമ, പുരുഷന്റെ വീഴ്ചയാത്. 3, വൈരം വിന പരാലോകേ. പരന്മാരോട് വൈര്യം സൂക്ഷിക്കുന്ന പുരുഷനും വീഴ്ചയാണ്. രാമ, ആദ്യം പറഞ്ഞ 2 കാര്യവും അങ്ങയെ ബാധിക്കില്ലെന്ന് എനിക്കറിയാം. ഏതാ 2 കാര്യം? എൻ്റെ രാമ, അങ്ങൊരിക്കലും അസത്യം പറയില്ല. ഭാര്യ ഭർത്താവിന് കൊടുക്കുന്ന സർട്ടിഫിക്കറ്റാ. എൻ്റെ രാമ, അങ്ങൊരിക്കലും അന്യ സ്ത്രീകളെ കുറിച്ച് ചിന്തിക്കില്ല എന്ന് എനിക്കറിയാം. പക്ഷെ രാമ, അങ്ങേക്ക് ഈ പരന്മാരോടുള്ള വൈര്യം സൂക്ഷിച്ചാൽ അങ്ങേക്ക് അപകടം വരാൻ സാധ്യതയുണ്ട്. അങ്ങ് ഈ ഋഷിമാരോടൊക്കെ വാക്കുകൊടുക്കുന്നത് ഞാൻ കേട്ടു. ഈ രാക്ഷസന്മാരെ, നക്തഞ്ചരന്മാരെ, രാത്രിഞ്ചരന്മാരെ, ആ അസുരഗണങ്ങളെ മുഴുവൻ കൊന്നൊടുക്കിക്കൊള്ളാമെന്ന്. അവർ അങ്ങേക്ക് വല്ല കുറ്റവും ചെയ്തിട്ടുണ്ടോ? അങ്ങയെ ദ്രോഹിച്ചിട്ടുണ്ടോ? ഈ ഋഷിമാർ തപസ്സുള്ളവരല്ലേ? അവർ വേണമെങ്കിൽ അവരുടെ കാര്യം നോക്കിക്കോട്ടെ. അങ്ങ് എന്തിനാണ് ഈ ആയുധവും പിടിച്ച് നടക്കുന്നത്? നമ്മൾ വനവാസത്തിന് വന്നതല്ലേ? വാനപ്രസ്ഥ ധർമ്മവും ഈ ക്ഷത്രിയ ധർമ്മവും ഒരുമിച്ച് പോകില്ല. നമുക്ക് നാമം ജപിച്ച് ജീവിച്ചാൽ പോരെ? ഇനി വാനപ്രസ്ഥമല്ല, സന്യാസം വേണോ? ഞാനുണ്ട് അങ്ങയുടെ കൂടെ. അതുകൊണ്ട് അങ്ങ് ഈ ആയുധങ്ങളൊക്കെ കളയൂ. ക്ഷത്രിയന്റെ കയ്യിൽ ആയുധം ഇരുന്നാൽ അവൻ പ്രയോഗിക്കും. അതുകൊണ്ട് തന്നെ അങ്ങയുടെ കയ്യിൽ ആയുധം ഇരുന്നാൽ നക്തഞ്ചരന്മാരെ കണ്ടാൽ അങ്ങത് പ്രയോഗിക്കും. അതെനിക്കറിയാം രാമ. തീക്ക് വിറക് പോലെയാണ് ക്ഷത്രിയന്റെ കയ്യിൽ ആയുധം ഇരുന്നാൽ. മാത്രമല്ല രാമ, ഞാനൊരു കഥ പറഞ്ഞു തരാം. വാൽമീകി രാമായണത്തിൽ സീത പറയുന്ന ധാരാളം കഥകളുണ്ട്. ആ കഥകളിൽ ഒന്ന് നമുക്കിന്ന് ആവശ്യമുള്ളതാണ്. സീത പറഞ്ഞു, രാമ, പണ്ട് അഗ്നിജ്വാല പോലെ ജാജുല്യമാനനായ ഒരു വലിയ തപസ്വി ഉണ്ടായിരുന്നു. ആ തപസ്വിയുടെ തപം കണ്ട് ലോകത്തിന് മുഴുവൻ ചൂടേറ്റപ്പോൾ ദേവേന്ദ്രന് ഭയം വന്നു. തൻ്റെ സ്ഥാനം പോകുമോ? അത്ര തപസ്വി, അഗ്നിജ്വാല പോലെ ആളുന്ന ആ തപസ്വിയുടെ തപസ് മുടക്കണം. എല്ലാ തപസ്സും മുടക്കാൻ പറ്റിയ ഒരു വസ്തു ഇന്ന് നമ്മുടെ കയ്യിലുണ്ട്. അതേപോലെ ദേവേന്ദ്രൻ ഒരു വലിയ യോദ്ധാവിന്റെ വേഷമൊക്കെ കെട്ടി അദ്ദേഹം നേരെ ഈ തപസ്വിയുടെ സമീപത്ത് ചെന്ന് അദ്ദേഹത്തിന്റെ കയ്യിൽ നീണ്ട മൂർച്ചയുള്ള വിളങ്ങുന്ന ഒരു വാളെടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു, എൻ്റെ കയ്യിലുള്ള വാളാണ്, ഞാൻ ന്യാസമായി കടമായി ഏൽപ്പിക്കുന്നു, അങ്ങ് അത് കയ്യിൽ സൂക്ഷിക്കണം, ഒരാഴ്ച കഴിഞ്ഞ് വരാമേ. പാവം ഋഷി ശരി ഇവിടെ ഇരുന്നു കൊള്ളട്ടെ എന്ന് പറഞ്ഞു. ആ ഋഷി പിറ്റേ ദിവസം മുതൽ
തൻ്റെ ധർമ്മപ്രവർത്തികൾ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ആശ്രമത്തിൽ നിന്ന് പുറത്തു കടന്നപ്പോൾ അദ്ദേഹത്തിനൊരു സംശയം, ഇതെന്നെ കടമായി ഏൽപ്പിച്ചതാണല്ലോ, ഞാൻ സംരക്ഷിക്കണ്ടേ. അദ്ദേഹം കുളിക്കാൻ വേണ്ടി കുളത്തിൽ പോകുമ്പോൾ ആ വാളെടുത്ത് കയ്യിൽ വെച്ചു. എന്താ കാരണം? ആത്മാർത്ഥത. പൂക്കൾ ഇറുക്കാൻ പോകുമ്പോൾ വാള് കയ്യിലെടുത്തു. പൂജയ്ക്കുള്ള മറ്റ് സാമഗ്രികൾ മുഴുവൻ സംഘടിപ്പിക്കാൻ ശ്രമിച്ചപ്പോഴും ആ വാള് കയ്യിലെടുത്തു. തുടർച്ചയായി വാളിനെ നോക്കിയിരുന്നപ്പോൾ വാളിൻ്റെ ആ സൗന്ദര്യം, അതിൻ്റെ മിനുസം, അതിൻ്റെ മൂർച്ച, അതിൻ്റെ തിളക്കമൊക്കെ കണ്ടപ്പോൾ ഇത് വെറുതെ ഒന്ന് ഉപയോഗിച്ചാൽ എങ്ങനെ എന്നൊരു തോന്നലുണ്ടായി. ഒരു ചെറിയ ചെടി നിവർന്നു നിൽക്കുന്നത് കണ്ടപ്പോൾ പതുക്കെ ഒന്ന് വാളുകൊണ്ട് വീശിയപ്പോൾ അത് അത്ഭുതം, അത് 2 കഷ്ണമായി തീർന്നിരിക്കുന്നു. ഒരു മരക്കൊമ്പിൽ ആഞ്ഞൊന്ന് വെട്ടിയപ്പോൾ മരക്കൊമ്പ് മുറിഞ്ഞ് താഴെ വീണിരിക്കുന്നു. പറന്നു പോകുന്ന പക്ഷി, പാവം പക്ഷി ഋഷിയുടെ അടുത്ത് വന്ന് നിൽക്കുമ്പോൾ അറിയാതെ വാളുകൊണ്ട് ആ ചിറകിലൊന്ന് വെട്ടിയപ്പോൾ ചിറകറ്റ പാവം താഴെ വീണിരിക്കുന്നു. പതുക്കെ അതിൻ്റെ സ്വഭാവം നമ്മൾ കാണിക്കും. ഞാൻ പറഞ്ഞതല്ല, സീതാദേവി പറഞ്ഞതാ. ഒരു പെൺകുട്ടി ജനകൻ വളർത്തിയ ജാനകിയുടെ വാക്കാണ്. നമ്മുടെ കയ്യിലുള്ളതിൻ്റെ, നമ്മൾ കാണുന്നതിൻ്റെ, നമ്മൾ സ്മരിക്കുന്നതിൻ്റെ, നമ്മുടെ കൂട്ടുകാരുടെ, നമ്മുടെ സൗഹൃദങ്ങളുടെ ആ സ്വഭാവം നമ്മൾ കാണിക്കും. നമ്മൾ പറയാറില്ലേ, ഇതെൻ്റെ മകളുടെ സ്വഭാവമല്ല. സത്യമായിട്ടും നിങ്ങളുടെ മകളുടെ സ്വഭാവം ഇതല്ല. പക്ഷെ അവരുടെ കൂട്ടുകാരാരാ? അവരെ സ്വാധീനിക്കുന്ന ഇന്നത്തെ സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളില്ലേ? അവർ കണ്ട സിനിമയില്ലേ? അവരുടെ മനസ്സിലുള്ള നായകനും നായികയുമില്ലേ? ഈ ലോകത്തിൽ പലതും നമ്മുടെ കുഞ്ഞുങ്ങളെ സ്വാധീനിക്കും. എന്താണോ അവർ കൊണ്ടു നടക്കുന്നത്, ആ കൊണ്ടു നടക്കുന്ന ഒന്നിൻ്റെ സ്വഭാവം കാണിക്കും. ഈ മൊബൈൽ ഫോൺ, സീതാദേവി അന്ന് പറഞ്ഞതാ, മൊബൈലിനെ കുറിച്ചല്ല. പക്ഷെ കാലത്തിനനുസരിച്ച് മൂർച്ചയുള്ള ആ ഖഡ്ഗത്തെ നമ്മൾ പഠിക്കുമ്പോൾ, മൊബൈൽ ഫോൺ വെറുതെ ഇരിക്കുമ്പോൾ, ഒരു പണിയുമില്ലാതിരിക്കുമ്പോൾ ഒരു തോന്നൽ, വെറുതെ ഒരു നമ്പറിലേക്ക് ഒരു ഹായ്. അവിടെ ചിലന്തി വല കെട്ടിയിരിക്കുന്നത് പോലെ കാത്തിരിക്കുന്നവന്റെ മുന്നിലേക്ക് ഒരു എരവിന്ന് വീണപ്പോൾ അവൻ ഇപ്പുറത്തേക്ക് തിരിച്ച് ഒരു ഹീ. പിന്നെ നേരത്തെ പറഞ്ഞ ഋഷിയുടെ ആ വാളുകൊണ്ട് എന്തൊക്കെ പ്രയോഗം ഉണ്ടായോ ആ പ്രയോഗങ്ങളൊക്കെ നടത്തി പതിച്ചുപോയി രാമ. അതുകൊണ്ട് രാമ, ഈ ആയുധം നമുക്ക് വേണ്ട. സീതയുടെ ഉപദേശം കണ്ടു. തൻ്റെ ഭർത്താവിന് ഒരു ദോഷം വരാൻ സാധ്യതയുണ്ട് എന്ന് കണ്ടപ്പോൾ സീത തൻ്റെ ഭർത്താവിനെ ഉപദേശിച്ചു. ഉപദേശിച്ചതിൽ വാൽമീകി പറഞ്ഞത് 4 കാര്യങ്ങളാണ്. ഒന്ന്, സീത തൻ്റെ ഭർത്താവിനെ ഉപദേശിക്കുന്ന ഭാഗത്ത് സീതയുടെ ഉപദേശത്തിൻ്റെ രീതി പറയേണ്ട കാര്യത്തെ പ്രിയമായി തൻ്റെ ഭർത്താവിനോട് പറഞ്ഞു. എങ്ങനെയാ പറഞ്ഞത്? സത്യം പ്രിയമായി പറയണം. നിങ്ങൾ സത്യം പറയുന്നതിലല്ല മിടുക്ക്, പറയുന്ന കാര്യത്തിനൊരു സ്വീകാര്യത വേണ്ടേ? സ്വീകാര്യതയ്ക്ക് നല്ലത് പ്രിയമായി സത്യങ്ങളെ പറയാൻ പഠിക്കുക. 1. 2, പറഞ്ഞ വാക്കുകൾ സൗമ്യമായി പറഞ്ഞു. പേര് സൗമ്യ എന്നാണ്, പക്ഷെ പുറത്തു വരുന്ന വാക്കുകൾ അത്ര സൗമ്യമല്ല. അതുകൊണ്ട് സൗമ്യമായി കാര്യങ്ങൾ പറഞ്ഞു. 3, മുഖമുദ്ര വിനയമാണ്. വിനയാന്വിതയായി തൻ്റെ ഭർത്താവിനോട് സീത പറയുന്നു. 4, താൻ പറയുന്ന തൻ്റെ ആശയത്തിലുള്ള ദാർഢ്യമുണ്ട്. പറയുന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ആശയത്തിൻ്റെ ദാർഢ്യവും ചേർത്ത് 4 ഘടകങ്ങൾ വെച്ച സീത ഒരു അഭിപ്രായം പറഞ്ഞത് കേട്ടപ്പോൾ തന്നെ ശ്രീരാമചന്ദ്രൻ പറയുന്നുണ്ട്, ഭവതിയുടെ കുലമഹിമയാണ് ഈ വാക്ക്. എന്തൊരു സത്കാര ഭാവത്തിലാണ് രാമൻ ഇത് സ്വീകരിച്ചത്. ദേവി അങ്ങേയറ്റം മഹത്വമുള്ളവളാണ് എന്നൊക്കെ സീതയെ അങ്ങ് ഉയർത്തി പറയുന്നുണ്ട്. നമുക്കിതുവരെ അങ്ങനെ ഒരു കോംപ്ലിമെന്റ് കിട്ടിയിട്ടില്ലല്ലോ. കിട്ടിയിട്ടുണ്ടോ? കിട്ടില്ല. കാരണം എന്താ? നമ്മുടെ മുഖമുദ്ര എന്താ? ഒരു കൈപ്പത്തി ഇവിടെ, ഒരു കൈപ്പത്തി ഇവിടെ. ഇതാണ് നമ്മുടെ മുഖമുദ്ര. പറയുന്ന വാക്കുകൾ പ്രിയമായി, സൗമ്യമായി, വിനയത്തോടെ സംസാരിച്ചാൽ നമ്മുടെ വീട്ടിൽ നടക്കുന്ന സംഘർഷങ്ങൾ പകുതിയില്ലാതാകും. സീതാദേവി പഠിപ്പിച്ചതാ, ജനകൻ ജാനകിയെ വളർത്തിയതാ. ആ വളർത്തൽ വെച്ച് നമ്മൾ സീതയുടെ ഉപദേശത്തെ മനസ്സിലാക്കണം.